ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്കിന്ന് ഗൈഡൻസ് മെസ്സേജ് നോക്കാം. അതിന് മുമ്പ് ഞാൻ ഒരു യെസ് ഓർ നോ ചോദിക്കാമെന്ന് വിചാരിച്ചു. നിങ്ങളുടെ മൈൻഡിൽ ഒരു ക്വസ്റ്റ്യൻ ആലോചിച്ചോളൂ. ഓക്കെ, ഒരു 2 ക്വസ്റ്റ്യൻ എടുക്കാം. ഓക്കെ, 2 ക്വസ്റ്റ്യൻ പെൻഡുലം വെച്ചിട്ട് നമുക്ക് ആൻസേഴ്സ് യെസ് ആൻഡ് നോ ചോദിക്കാം. ആക്ച്വലി 3 ചോദിക്കാം. ഞാൻ 3 പ്രാവശ്യം എടുക്കാം. കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ല. അപ്പോൾ നിങ്ങൾ ഒരേ ക്വസ്റ്റ്യൻ ചിലപ്പോൾ റിപ്പീറ്റ് ചെയ്താൽ നമ്മൾ മിനിമം 3 തവണ നോക്കുക. ഓക്കെ, അതിൽ മെജോറിറ്റി ഏത് വരുന്നു എന്ന രീതിക്ക് നിങ്ങൾക്ക് എടുക്കാം അല്ലേ. 2 ആക്കി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും. സോ വേറെ വേറെ ചോദ്യമാണെങ്കിലും നിങ്ങൾക്ക് എല്ലാം ചോദിക്കാം, അല്ലെങ്കിൽ ഒന്ന് ചോദിച്ച് നിർത്താം, നിങ്ങളുടെ മനസ്സ് പോലെ. ഓക്കെ, അല്ലെങ്കിൽ 3 പ്രാവശ്യമായിട്ട് 3 ക്വസ്റ്റ്യൻ ആയിട്ട് വേറെ തരത്തിൽ ചോദിക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചോദിക്കാം. ഓക്കെ, 3 ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് എടുക്കാം പെൻഡുലം. ഇതിൽ ഏത് ഓപ്ഷൻ വരിക നോക്കാം. ഓക്കെ, നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഇത് ഒരുപാട് ചില സമയത്ത് നീണ്ടു പോവുകയാണെങ്കിൽ ഞാനൊന്ന് ഫാസ്റ്റ് ഫോർവേഡ് ചെയ്യും. ഓക്കെ, ആദ്യം ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾ ആലോചിച്ചോളൂ. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾ ആലോചിച്ചിട്ട് നിങ്ങളുടെ മൈൻഡിൽ കൊണ്ടുവരിക, ഫോക്കസ് കൊണ്ടുവരിക. ക്വസ്റ്റ്യനിലേക്കും ഈ പെൻഡുലത്തിലേക്ക് നിങ്ങൾ കോൺസെൻട്രേഷൻ കൊടുക്കുക. ലെറ്റ്സ് സി. ആദ്യത്തെ ക്വസ്റ്റ്യൻ വ്യൂവേഴ്സിന് യെസ് നോ എന്താണ് ആൻസർ, അവരുടെ ക്വസ്റ്റ്യൻ ഒരു ആൻസർ കൊടുക്കാം. ഓക്കെ, ഓക്കെ, യെസ്സിലേക്കാണ് ഇത് കറക്റ്റായിട്ട് പോയിന്റ് ചെയ്യുന്നത്. ഓക്കെ, ഒരു ഡൗട്ടും ഇല്ല, വളരെ ക്ലിയർ ആയിട്ട് ഇത് യെസ്സിലേക്ക് തന്നെയാണ് പോയിന്റ് ചെയ്യുന്നത്. സൈഡോ ഒന്നും പോകുന്നില്ല. സോ യെസ് ആൻസർ ആണ് ഇവിടെ. ആദ്യത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ എന്ത് ചോദിച്ചിട്ടുണ്ടെങ്കിലും അതിനൊരു യെസ് ആൻസർ ആണ്. ഓക്കെ ഓക്കെ സെക്കൻഡ് ക്വസ്റ്റ്യൻ നിങ്ങൾ ആലോചിച്ചോളൂ. സെക്കൻഡ് ക്വസ്റ്റ്യൻ ആലോചിച്ചിട്ട് അതിൻ്റെ നമുക്ക് ഇതെടുക്കാം. ഗൈഡൻസ് ഞാൻ ലാസ്റ്റിൽ ഒന്നിച്ചൊരു ഗൈഡൻസ് പറയാം എല്ലാവർക്കും കൂടി ഉള്ളത്. ഓക്കെ, നിങ്ങളുടെ എന്ത് ചോദ്യമായാലും ശരി, ഫസ്റ്റ് ക്വസ്റ്റ്യന് നിങ്ങൾക്ക് ഒരു യെസ് ആൻസർ വന്നിട്ടുണ്ട്. ഓക്കെ, പോസിറ്റീവായിട്ട് എടുക്കാം. നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നിങ്ങൾ മൈൻഡിൽ ആലോചിച്ചോളൂ. പോസ് ചെയ്യണമെങ്കിൽ പോസ് ചെയ്തോളൂ. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യന് നിങ്ങളുടെ മൈൻഡിൽ എന്താണ് ആൻസർ എന്ന് നോക്കാം. നിങ്ങൾക്കൊരു യെസ് ഓർ നോ എന്താ പറയുന്നത്. ഒരു സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇവർ മൈൻഡിലുള്ള ക്വസ്റ്റ്യന് വ്യൂവേഴ്സിന് ഒരു നല്ലൊരു ആൻസർ പ്ലീസ് ഗിവ് മി ആൻസർ യൂണിവേഴ്സ്. വ്യൂവേഴ്സിൻ്റെ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ് ആൻസർ വരുന്നത്. ഓക്കെ, പോസിബിളി എന്നാണ് കാണിക്കുന്നത് ഇവിടെ. പോസിബിളി എന്ന് പറഞ്ഞാൽ മേ ബി എന്നർത്ഥമാണ്. ഓക്കെ, യെസ്, കൂടുതലും അങ്ങോട്ട് തന്നെയാണ് പോകുന്നത്. പോസിബിളി എന്ന രീതിയിലേക്കാണ്, അതായത് മേ ബി എന്ന് പറയാം. ഓക്കെ, അതായത് നിങ്ങൾ ചോദിച്ച കാര്യം ഒരു നടക്കാൻ 50-50 ചാൻസ് എന്ന് പറയാം. നടക്കാനും നടക്കാതിരിക്കാനും ചാൻസ് ഉണ്ട് എന്ന രീതിയിലാണ്. അത് നിങ്ങളുടെ മൈൻഡിൽ എന്തായിരുന്നു ക്വസ്റ്റ്യൻ എന്നുള്ളത് നിങ്ങളൊന്ന് ചിന്തിക്കുക. ഓക്കെ, മേ ബി നിങ്ങൾ, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ മൈൻഡ് തന്നെ കൺഫ്യൂസ്ഡ് ആയിരിക്കും, നടക്കുമോ നടക്കില്ലേ എന്ന്. അല്ലെങ്കിൽ അത് വേണോ എന്ന് തന്നെ ചിലപ്പോൾ നമ്മുടെ മൈൻഡിൽ കൺഫ്യൂഷൻ ആയിരിക്കും. അങ്ങനെയുണ്ടെങ്കിലും നമുക്ക് തന്നെ ക്ലിയർ അല്ല അല്ലേ. നിങ്ങൾക്ക് ശരിക്കും അത് വേണ്ട ഒരു കാര്യമാണോ നിങ്ങൾ ചോദിച്ചത്, അത് നിങ്ങളൊന്ന് ആലോചിക്കാം. ഓക്കെ, അല്ല എന്നുണ്ടെങ്കിൽ ആ സിറ്റുവേഷൻ ചിലപ്പോൾ നടക്കാനും നടക്കാതിരിക്കാനും സാധ്യതയുണ്ട്. അത് ചിലപ്പോൾ നിങ്ങളുടെ ചില ആക്ഷൻ വെച്ചിട്ട് അങ്ങനെയായിരിക്കും അതിൻ്റെ ഒരു റിസൾട്ട് കാണാനുള്ള സാധ്യത. ഓക്കെ, നമുക്ക് ഗൈഡൻസ് നിന്ന് പിന്നീട് കിട്ടുമോ എന്ന് നോക്കാം നമുക്ക് എന്തെങ്കിലും. ഓക്കെ, ഇനി തേർഡ് ക്വസ്റ്റ്യൻ കൂടി ആലോചിച്ചോളൂ. തേർഡ് ക്വസ്റ്റ്യൻ നിങ്ങളുടെ മൈൻഡിൽ കൊണ്ടുവന്നിട്ട് ഒരു പ്രാവശ്യം, അല്ല നിങ്ങൾ ഒരേ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യുന്നതെങ്കിൽ ഓക്കെ, ആദ്യത്തെ തവണ യെസ് വന്നു, രണ്ടാമത്തെ തവണ മേ ബി വന്നു, ഇനി ഇത്തവണ എന്താ വരിക നോക്കാം. യെസ് ആണോ അല്ലെങ്കിൽ നോ വന്നു കഴിഞ്ഞാൽ പെട്ടു അല്ലേ. ഓക്കെ, നമുക്ക് നോക്കാം. ലെറ്റ്സ് സി. തേർഡ് ക്വസ്റ്റ്യൻ വ്യൂവേഴ്സിന് എന്താണ് ഒരു ആൻസർ കൊടുക്കുന്നത്. പെൻഡുലം യൂണിവേഴ്സ് എന്താണ് ഒരു ആൻസർ കൊടുക്കുന്നത്. തേർഡ് ക്വസ്റ്റ്യൻ വ്യൂവേഴ്സിന്
വീഡിയോ കാണുന്ന വ്യൂവേഴ്സിൻ്റെ മൈൻഡിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ അതിനെന്താണെന്ന് ആൻസേഴ്സ് കൊടുക്കുന്നത് യൂണിവേഴ്സ് പ്ലീസ് ഗൈഡ് മീ. കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സമയമെടുക്കുന്നുണ്ട്, സോറി. ഓക്കെ, പ്ലീസ് ഗിവ് മീ ആൻ ആൻസർ. ചോദിച്ച ക്വസ്റ്റ്യൻ ആൻസർ എന്താണ്? ഓക്കെ, ഇപ്പോൾ യെസ്സിലേക്കാണ് പോയിന്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് മെജോറിറ്റി ഇവിടെ യെസ് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെ ഒന്ന് ഡൗട്ട് അടിപ്പിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം കുറച്ച് നേരം ടൈം എടുത്തത്. യെസ് തന്നെയാണോ? ഓക്കെ, യെസ്. ഓക്കെ, യെസ്സിൽ തന്നെയാണ് നിൽക്കുന്നത്. ഓക്കെ, മാറുന്നില്ല. ഗുഡ്. സോ തേർഡ് ആൻസർ നമുക്കിവിടെ യെസ് ആണ് വന്നത്. അപ്പോൾ യെസ്, മേ ബി, യെസ് എന്നാണ് വന്നത്. ഓക്കെ, അപ്പോൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ മേ ബി നിങ്ങൾ തന്നെ കൺഫ്യൂസ്ഡ് ആയിരിക്കാം, നിങ്ങൾക്ക് തന്നെ ക്ലാരിറ്റി ഉണ്ടാവില്ലായിരിക്കും, അതുകൊണ്ടായിരിക്കും. ഓക്കെ, പിന്നെ റിപ്പീറ്റ് ചെയ്താണെങ്കിൽ നിങ്ങൾ 3 തവണ നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ടൈം യെസ് ആയിരുന്നു, ലാസ്റ്റ് ടൈമും യെസ് ആണ്. അപ്പോൾ മെജോറിറ്റി ഇവിടെ യെസ് വന്നിട്ടുണ്ട്. സോ നിങ്ങൾക്കത് യെസ് ആയിട്ട് തന്നെ എടുക്കാം. ഓക്കെ, രണ്ടാമത്തെ തവണ മേ ബി എന്ന് വന്നത് അത്രയ്ക്ക് അങ്ങോട്ട് മൈൻഡ് ചെയ്യണ്ട, വിട്ടേക്കാം. ഓക്കെ, ലെറ്റ്സ് സീ. ജസ്റ്റ് ഗൈഡൻസ് മാത്രമേ എടുക്കുന്നുള്ളൂ ഞാൻ. നിങ്ങൾക്കൊരു സിറ്റുവേഷനെ കുറിച്ച് ഞാൻ അത്രയ്ക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്നും നോക്കാൻ പോകുന്നില്ല. ജസ്റ്റ് ഗൈഡൻസിൽ എന്ത് വരുന്നോ അതിനനുസരിച്ച് നമുക്ക് പറയാം. Okay, let's see. Illumination. Okay. Flexibility നേരത്തെ ചാടിയ കാർഡാണ് അല്ലേ? ഓക്കെ, അത് വരാനുള്ളതാണ്. ഓക്കെ, ഫ്ലെക്സിബിലിറ്റി, അഡ്വെഞ്ചർ, സ്ട്രാറ്റജി, റിവാർഡ്സ്, ട്രാപ്ഡ്, പാസേജ്, ആൻഡ് ഇവിടെ എക്സ്പ്രഷൻ ഉണ്ട്. You need work that lets you express your creative self. You could do well at writing, blogging, or career in communication. Okay, ഇവിടെ ചിലവർക്ക് നിങ്ങൾ റൈറ്റിംഗ് സ്കിൽസ് ഉണ്ടാവാം, എനിക്ക് എഴുതാനുള്ള താല്പര്യം ഉണ്ടാവാം, ചിലപ്പോൾ കാര്യങ്ങൾ വളരെ ക്രിയേറ്റീവായിട്ട് പറയാൻ കഴിയുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എഴുതാനോ ബ്ലോഗായിട്ടോ എന്തെങ്കിലുമൊക്കെ കമ്മ്യൂണിക്കേഷൻ്റെ ലൈനിൽ, അതായത് ഇപ്പോൾ ന്യൂസിൻ്റെ ഫീൽഡ് ആവാം, ജേർണലിസം ആവാം, എഴുതലാവാം, വായിക്കലാവാം, ടീച്ചിങ്ങും ആവാം. ഓക്കെ, ഈവൻ ടീച്ചിങ് അതും അടക്കം പെടും. അങ്ങനത്തെ എന്തെങ്കിലും ഒരു ജോബിലേക്ക് നിങ്ങൾ നല്ലതായിരിക്കും എന്ന രീതിയിലാണ് പറയുന്നത്. കമ്മ്യൂണിക്കേഷനുമായിട്ട് ചിലപ്പോൾ മോട്ടിവേഷണൽ സ്പീക്കർ ആവാം. ഓക്കെ, സ്പീക്കേഴ്സ് ആവാം. നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ പറയാനുള്ള ബ്ലോഗായിട്ട് ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾക്ക് പറയാം. ഇങ്ങനെ ഇതുപോലെ വീഡിയോസ് ഉണ്ടാക്കിയിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളുടെ മൈൻഡിൽ ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് വർക്കൗട്ട് ആവും. ഓക്കെ, ഇവിടെ ഇല്യൂമിനേഷൻ എന്ന് കാണുന്നുണ്ട്. Something hidden is coming to light now. You find out about new jobs, opportunities and options. Someone lends you a helping hand. ഓക്കെ, ആരെങ്കിലും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനുണ്ടാവും എന്ന രീതിയിൽ പറയുന്നുണ്ട്. ഇല്യൂമിനേഷൻ, ചില കാര്യങ്ങൾ നിങ്ങൾ മറഞ്ഞിരുന്നത് നിങ്ങളുടെ മുമ്പിൽ ക്ലിയർ ആയിട്ട് വരും എന്നാണ് പറയുന്നത്. ഓക്കെ, അത് ഇപ്പം നിങ്ങൾ ചോദിച്ച ക്വസ്റ്റനുമായിട്ട് റിലേറ്റഡ് ആണെങ്കിൽ നിങ്ങളുടെ സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കും അല്ലേ? നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും. And flexibility, you will need to see it in the dark to maneuver the coming changes. While it seems extreme, just hang in there. This too shall pass. ഇവിടെ പറയുന്നത് ഒന്ന്, ഇത് ബാറ്റാണ്, നമ്മുടെ കടവാതിലോ എന്താ പറയുക അല്ലേ, വവ്വാലാണിത്. ഓക്കെ, വവ്വാലിനെ പോലെ ഇരുട്ടത്തും നിങ്ങൾക്ക് കാണാൻ ശ്രമിക്കണം എന്നാണ് പറയുന്നത്, കാണാൻ സാധിക്കണം. അങ്ങനെ നിങ്ങളുടെ അത്രയും പവർ ആക്കണം എന്നാണ് പറയുന്നത്. ചില കാര്യങ്ങൾ ഇനി വരാൻ പോകുന്നുണ്ട്. അപ്പം നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് തന്നെ ഒരു തോന്നുന്നുണ്ടാവും, ഞാൻ എങ്ങോട്ടായി പോകുന്നത്, എന്തായി ഞാൻ ഈ ചെയ്യുന്നത്, എനിക്കൊരു ക്ലാരിറ്റി കിട്ടുന്നില്ലല്ലോ. അത് ക്ലാരിറ്റിയുടെ കാര്യം കൂടി ആവാം. ഓക്കെ, നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിന് ഒരു ക്ലാരിറ്റി കിട്ടുമെന്ന് പറയാം, എന്താണ് നിങ്ങൾ മുന്നോട്ട് ചെയ്യേണ്ടത് എന്നുള്ള ക്ലാരിറ്റി കിട്ടുന്ന പോലെ. ഓക്കെ, അത് ചിലപ്പോൾ പക്ഷേ നിങ്ങൾ ഇരുട്ടത്ത് തപ്പിത്തടഞ്ഞായിരിക്കും ചിലപ്പോൾ മുന്നോട്ട് പോകേണ്ടി വരിക, ചിലപ്പോൾ അറിയാത്ത വഴികളിൽ കൂടി പോകേണ്ടി വരും. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയാത്തതായിരിക്കാം, പക്ഷെ എന്നാലും നിങ്ങൾ ശ്രമിക്കാൻ തയ്യാറാവണം. ഓക്കെ, അപ്പോൾ എല്ലാം ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കും. അതിനെ ഫേസ് ചെയ്യാൻ നിങ്ങൾ എന്ത്
പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിലും അതിനെ ഓവർകം ചെയ്ത് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കണം എന്നാണ് പറയുന്നത്. ഈ സമയവും കടന്നു പോവും. ഓക്കെ, ഇപ്പൊ തൽക്കാലം ഇങ്ങനെ എന്താ പറയുക പിടിച്ചു നിൽക്കൂ എന്നാണ് പറയുന്നത് ഇവിടെ. ജസ്റ്റ് ഹാങ് ഇൻ ദെയർ എന്നാണ്, എന്ന് വെച്ചാൽ പിടിച്ചു നിൽക്കൂ, തൽക്കാലം കുറച്ചുകൂടെ ഒന്ന് ക്ഷമയോടെ പിടിച്ചു നിൽക്കൂ, കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് വരും, ബെറ്റർ ആയിട്ട് വരും എന്നാണ് പറയുന്നത്. ഓക്കെ, അഡ്വഞ്ചർ ഉണ്ട് നിങ്ങളുടെ മുമ്പിൽ. ഓക്കെ, യു മേക്ക് എക്സൈറ്റിംഗ് വർക്ക് മൂവ്സ് ദാറ്റ് കുഡ് ടേക്ക് യു ഔട്ട്ഡോഴ്സ്. യു വിൽ നീഡ് ടു ക്ലൈംബ് സ്റ്റഡിലി ടു റീച്ച് യുവർ ഫൈനാൻഷ്യൽ ഗോൾസ്. ഓക്കെ, ചിലവർക്ക് നിങ്ങൾക്ക് യാത്രകൾ വേണ്ടി വരും എന്ന് പറയുന്നുണ്ട്. അത് ജോലി കരിയർ റിലേറ്റഡ് ആയിട്ട് സംബന്ധമായിട്ട് നിങ്ങൾക്ക് യാത്രകൾ വേണ്ടി വരുമായിരിക്കും. ചിലവർക്ക് ഈവൻ ജോബ് ചേഞ്ച് എന്ന രീതിക്കും ആയിരിക്കാം. ഓക്കെ, ഒരു പുതിയ നിങ്ങൾ ചിലപ്പോൾ സ്റ്റഡി ആയിട്ടുള്ള ഒരു കരിയർ വിട്ടിട്ട് ഇപ്പോൾ നിങ്ങൾ ഇങ്ങനെ വലുതൊക്കെ ചെയ്യാൻ നിങ്ങൾ തുടങ്ങുന്നുണ്ടെങ്കിൽ അത് റിസ്ക് ആണ് അല്ലേ. അപ്പോൾ ആ റിസ്ക് ഒരു അഡ്വഞ്ചർ ആയിട്ട് നമുക്ക് പറയാം. നിങ്ങൾ എന്താ മുന്നോട്ട് ചെയ്യുന്നതെന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു ഡൗട്ട് ഉണ്ടാവും, ഞാൻ ചെയ്യുന്ന കറക്റ്റ് ആണോ, ശരിയാണോ, ഏത് വഴിയിലാണ് ഞാൻ പോകുന്നത് എന്നൊക്കെ. പക്ഷേ യൂണിവേഴ്സ് പറയുന്നത് ട്രസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ മുന്നോട്ട് പോവുക എന്നാണ് പറയുന്നത്. ഓക്കെ, ആക്ച്വലി ഇവിടെ നേരത്തെ ആരെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടാവും എന്ന് പറഞ്ഞിരുന്നു കേട്ടോ, ഞാൻ പറയാൻ വിട്ടുപോയി. സമ്മൺ ലെൻസ് യു ഹെൽപ്പിംഗ് ഹാൻഡ്, ആരെങ്കിലും നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനുണ്ടാവും, ഹെൽപ്പ് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടാവും എന്ന് പറയുന്നുണ്ട്. നിങ്ങൾക്ക് ഫൈനാൻഷ്യൽ സക്സസ് എത്താൻ ലേശം ചിലപ്പോൾ സ്ട്രഗിൾസ് ഉണ്ടാവും. ഓക്കെ, പക്ഷെ അതിന് നിങ്ങൾക്ക് സാധിക്കും. ആൻഡ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുക, മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ മേലേക്ക് കയറിക്കൊണ്ടിരിക്കുക എന്ന് പറയില്ലേ, മല കയറിക്കൊണ്ടിരിക്കുക, ക്ലൈംബ് സ്റ്റഡിലി എന്നാണ് പറയുന്നത്. സ്ലോ ആയിരിക്കാം, പ്രോഗ്രസ് ചിലപ്പോൾ സ്ലോ ആയിരിക്കാം, പക്ഷെ അങ്ങനെ മുന്നോട്ട് ഇപ്പോൾ നിങ്ങൾ ബ്ലോഗ് സ്റ്റാർട്ട് ചെയ്യണോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യണമെന്ന് വിചാരിക്കാം, വീഡിയോ ഇങ്ങനെ ഇതുപോലെ യൂട്യൂബിലോ എവിടെയെങ്കിലുമൊക്കെ. അപ്പോൾ നിങ്ങൾ അത് ഇടുമ്പോൾ മേ ബി ആദ്യം ചിലപ്പോൾ അത്ര വ്യൂവേഴ്സ് കിട്ടിയെന്ന് വരില്ല അല്ലേ. അപ്പോൾ നിങ്ങൾ ഗിവ് അപ്പ് ചെയ്യാതിരിക്കുക, നിങ്ങൾ സ്റ്റഡി ആയിട്ട് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുക മുന്നോട്ട്, നിങ്ങൾക്ക് സാധിക്കും. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ എഴുതുന്നു, നിങ്ങൾ എവിടെയും ഫേസ്ബുക്കിലോ എവിടെയെങ്കിലും പോസ്റ്റ് ചെയ്യുന്നു, വേറെ എവിടെയെങ്കിലും ഇടുന്നു, അതൊക്കെ ആൾക്കാർ നോട്ടീസ് ചെയ്യാതെ പോകണു എന്നുണ്ടെങ്കിൽ എല്ലാം വെയിറ്റ് ചെയ്യുക, ക്ഷമയോടെ വെയിറ്റ് ചെയ്യുക. നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങൾ ചെയ്തുകൊണ്ട് പോവുക, അത് ഒരിക്കൽ റെക്കഗ്നൈസ് ചെയ്യപ്പെടും തീർച്ചയായിട്ടും. ഓക്കെ, അങ്ങനെ ഓരോ കാര്യത്തിലും. ഓക്കെ, നിങ്ങൾ ഈവൻ ജോലി കരിയർ എന്തിലായാലും ശരി, നിങ്ങൾ എഫേർട്ട് ഇട്ടുകൊണ്ട് പോവുക, നിങ്ങൾക്ക് അതിൻ്റെ സക്സസ് പിന്നീട് വരും. ഓക്കെ, ആൻഡ് സ്ട്രാറ്റജി, you need a step-by-step plan of attack to reach the next level. Get the advice of someone who is already where you want to go. Okay, നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അത് ഓൾറെഡി ചെയ്യുന്ന വ്യക്തികളുടെ അടുത്ത് നിന്ന് നിങ്ങൾ അഡ്വൈസ് എടുക്കുക. ഓക്കെ, അത് ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരുടെ കയ്യിൽ നിന്ന് നമ്മൾ അഡ്വൈസ് ചോദിക്കാം. ഓക്കെ, അത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. നിങ്ങൾ സ്ട്രാറ്റജി ചെയ്തിട്ട് വേണം നിങ്ങൾ മുന്നോട്ട് പോകാൻ എന്നാണ്. ഓക്കെ, റിവാർഡ്സ്, you are cashing in on all the good work you have done. Okay, raises, bonuses, prosperity are coming. Keep going and keep growing. ഓക്കെ, ഞാൻ അതാ പറഞ്ഞു, നിങ്ങൾ ഇടുന്ന എഫേർട്ടിന് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. അതിപ്പോൾ അല്ലെങ്കിൽ പിന്നീടായാലും കിട്ടും. ഓക്കെ, ലേശം നിങ്ങൾ ചിലപ്പോൾ സ്ട്രഗിൾസ് ഫേസ് ചെയ്യും. ചില അഡ്വഞ്ചറിൽ നിങ്ങൾ അതായത് അറിയാത്ത വഴികളിൽ കൂടി നിങ്ങൾ ചിലപ്പോൾ സഞ്ചരിക്കേണ്ടി വരും. പക്ഷെ അതെല്ലാം നിങ്ങളെ അവസാനം ഒരു ഫൈനാൻഷ്യൽ റിവാർഡ്സ് നിങ്ങൾക്ക് കിട്ടും. അതിൽ ത്രൂ നിങ്ങളുടെ ഈവൻ കരിയറിലായാലും ശരി, ജോലിയിലായാലും ശരി, നിങ്ങൾക്ക് ശമ്പളം, പ്രൊമോഷൻ, കാര്യങ്ങൾ റെക്കഗ്നൈസ് ചെയ്യപ്പെടും, റെക്കഗ്നിഷൻ കിട്ടും. ഓഫീസിൽ നിങ്ങൾ ചെയ്യുന്ന വർക്കിന് സുപ്പീരിയേഴ്സ് എന്താ പറയുക റെക്കഗ്നൈസ് ചെയ്ത് നിങ്ങൾക്ക് റിവാർഡ്സ് അതിൻ്റെ കിട്ടും. ഓക്കെ, എപ്പോഴും ചില തടസ്സങ്ങൾ നമ്മുടെ മുമ്പിൽ വന്നാലും നമ്മളത് ഓവർകം ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഓക്കെ, ട്രാപ്ഡ്, you feel stuck in your current situation but you have the options. Look for another job while keeping the one you have for now. Okay, ഇപ്പം നിങ്ങളുള്ള ജോബിൽ നിങ്ങൾക്ക് സ്റ്റക്കായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു മാറ്റത്തിൻ്റെ സമയമായിട്ടുണ്ട്. ഓക്കെ, പക്ഷെ നിങ്ങൾക്കത് വിട്ടുമാറി ഒരു റിസ്ക് എടുത്ത് പോകാൻ പേടിയുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം നമുക്ക് അറിയാം, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഇതൊക്കെ. നമ്മൾ ആ ജോലിയിൽ നിന്നുകൊണ്ട് തന്നെ പക്ഷെ വേറെ നോക്കാൻ തുടങ്ങൂ എന്നാണ് പറയുന്നത്. നിങ്ങൾ ശ്രമിക്കാതെ എങ്ങനെയാണ് നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടുക അല്ലേ. ശ്രമം നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ളത് നിങ്ങൾ ഇടുക, നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുക, വേറെ ആപ്ലിക്കേഷൻസ് കൊടുക്കുക, വേറെ എന്തെങ്കിലും ആരോടെങ്കിലുമൊക്കെ സംസാരിച്ച് നോക്കാം. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ നമ്മൾ സൈഡിലായിട്ട് എന്തെങ്കിലും നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് തുടക്കം വിടുക. ഓക്കെ, അപ്ലിക്കേഷൻസ് കൊടുക്കുക, ഒരു കാര്യത്തിൻ്റെ സ്റ്റാർട്ട് ചെയ്യുക, അതൊക്കെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. പക്ഷേ ഇപ്പോഴത്തെ ജോബ് വിടാതെ തന്നെ നിങ്ങളത് ശ്രമിച്ചുകൊണ്ടിരിക്കുക, വേറെ കിട്ടുമ്പോൾ വിട്ടാൽ മതി അല്ലേ, ആ രീതിക്ക് നിങ്ങൾക്ക് ചെയ്യാം. ആൻഡ് പാസേജ്, യുവർ കറന്റ് സിറ്റുവേഷൻ ഈസ് എ മീൻസ് ടു ആൻ എൻഡ്. You are making the uncertain voyage to a new world. Enjoy the discoveries as you go. ഇത് എവിടെയോ നിങ്ങൾ കുറേ കാര്യങ്ങൾ പുതിയതായിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് തുടക്കം കൊണ്ടുവരുന്ന പോലെയാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, ഇപ്പം നിങ്ങളുള്ള ജോബിൽ ഓക്കെ, അത് നിങ്ങൾ ചിലപ്പോൾ നമ്മൾ പറയില്ലേ ഒരു ജോലി വേണം, കരിയർ വേണം എന്ന രീതിക്ക് നിങ്ങൾ ചെയ്തൊക്കെ ആയിരിക്കാം. പക്ഷെ എവിടെയോ നിങ്ങൾക്ക് മനസ്സിലൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് എഴുതാനോ അതൊക്കെ ആയിരിക്കാം ചിലപ്പോൾ നിങ്ങളുടെ ഇഷ്ടം. ഓക്കെ, നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഇഷ്ടമാണ്, നിങ്ങൾക്ക് മറ്റുള്ളവരെ മോട്ടിവേഷൻ ചെയ്യാനുള്ള ഇഷ്ടമാണ്, അല്ലെങ്കിൽ അങ്ങനത്തെ വലുതുമായിരിക്കാം. എഴുത്ത് ഇഷ്ടമായിരിക്കാം, കവിതകളോ കഥകളോ ഒക്കെ എഴുതുന്നവരായിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു ടാലൻ്റ് ഐ തിങ്ക് നിങ്ങൾക്ക് ഉണ്ടാവും.
ഇപ്പൊ നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു എന്താ പറയുക, ഇപ്പോൾ ഉള്ളത് ചിലപ്പോൾ നിങ്ങളുടെ ഫൈനൽ ഡെസ്റ്റിനേഷൻ അല്ല എന്ന് പറഞ്ഞ പോലെയാണ്. ഓക്കെ, നിങ്ങൾ വേറെ എവിടേക്കൊക്കെ എത്തേണ്ടതാണ് എന്നാണ് പറയുന്നത്. അതിനുള്ള ഒരു ഇടവഴി, എന്താ പറയുക, ഇടയിലുള്ള ചില ഇതായിട്ട് കണ്ടാൽ മതി. ഇപ്പോൾ ഉള്ള ജോലി അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെ മുന്നോട്ട് എവിടെയോ എത്തിക്കാനുള്ളതാണ്. ഓക്കെ, സോ പക്ഷെ നിങ്ങൾ ആലോചിച്ച് സ്ട്രാറ്റജൈസ് ചെയ്ത് നിങ്ങൾ അതിൽ പെട്ട് നിൽക്കുന്നു എന്ന് നിങ്ങളുടെ തോന്നലാണ്. അതിൽ നിന്ന് പുറത്തു വരാനുള്ള ഓപ്ഷൻ നിങ്ങളുടെ കയ്യിൽ തന്നെയാണ്. ഓക്കെ, നിങ്ങൾ തന്നെയാണ് ചൂസ് ചെയ്യേണ്ടത്. സോറി, ഇത് ഞാൻ പറയാൻ വിട്ടു അല്ലേ. നിങ്ങൾക്കിവിടെ ട്രാപ്ഡ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അതിന് പുറത്തു വരാനുള്ള ഒരു കഴിവും നിങ്ങളുടെ കയ്യിൽ തന്നെയാണ്. നിങ്ങൾക്ക് തന്നെയാണ് അത് ചെയ്യാൻ സാധിക്കുക. എനിക്ക് അതിൽ നിന്ന് ഞാൻ മാറണം എന്ന് തീരുമാനിച്ച് നിങ്ങൾ വേറെ എന്തെങ്കിലും അതിന് വേണ്ടി മെത്തേഡ്സ് ട്രൈ ചെയ്യുക. എന്താണ് ഞാൻ ഇനി അടുത്ത ചെയ്യേണ്ടത്? ഓക്കെ, അപ്പോൾ കുറേ പഠിക്കാനും കുറേ ലേണിംഗ് ലെസൺസും ഈ യാത്ര നിങ്ങൾക്കൊരു അഡ്വഞ്ചറായിട്ട് കണക്കാക്കാം. ഓക്കെ, അല്ലെങ്കിൽ ലൈഫ് എപ്പോഴും ഒരു അഡ്വഞ്ചറാണ്. അപ്പ് ആൻഡ് ഡൗൺ വന്നുകൊണ്ടിരിക്കും, കുറേ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കും, വീഴും, എണീക്കും അല്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് യെസ് ആൻഡ് നോവും കിട്ടി, ഇവിടെ ഇതും കിട്ടി. നിങ്ങൾ എന്തെങ്കിലും പുതിയതായിട്ട് നിങ്ങളെ സ്വന്തമായിട്ട് തുടങ്ങാൻ ആലോചിക്കുന്നുണ്ടെങ്കിൽ അതിനൊരു യെസ് വന്നിരുന്നു നമുക്ക്. അല്ല, നിങ്ങളുടെ റിലേഷൻസ് കാര്യങ്ങളൊക്കെ ആയിരിക്കാം, മേ ബി ചിലവർക്ക് അതും ഉണ്ടാവാം. റിലേഷൻസിൻ്റെയൊക്കെ കാര്യങ്ങളാണെങ്കിലും നിങ്ങൾക്കിവിടെ ഐ തിങ്ക് കുറച്ചുകൂടി സ്ട്രാറ്റജി യൂസ് ചെയ്ത് നിങ്ങളുടെ റിലേഷൻഷിപ്സിനൊക്കെ ബെറ്റർ ആക്കാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന രീതിക്ക് അങ്ങനെയൊക്കെ പറയാം. ഓക്കെ, ഈ എല്ലാ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾ മാറ്റിയിട്ട് വേണമെങ്കിൽ റിലേഷൻഷിപ്സിൻ്റെ കാര്യം നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ അങ്ങനെ എടുത്തോളൂ. ഓക്കെ, എല്ലാവർക്കും എന്തായാലും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.